ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡേസി ഫ്ലവർ വിത്ത് ഒരു ലീഫൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലോ? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഡേസി ഫ്ലവർ ചെയ്യാം. ഇത് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം ഇതിൽ ചെയ്തിട്ടുള്ളത് വൈറ്റും നടുവിൽ നമ്മൾ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് യാണോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വളരെ എളുപ്പത്തിൽ നമുക്ക് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ 4plyയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്യുന്നത്. 4ply ആയതുകൊണ്ട് 2.5 mm സെറ്റ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫിംഗറിലേക്ക് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ടൈലൻഡ് ഈ ഒരു സെൻറ്ററിലൂടെ എടുക്കുക. അതിന് ശേഷം ഈ ഒരു റണ്ണിങ് യാണിനെ നമ്മൾ ഇങ്ങനെ ഒരു റാ പോലെ ആക്കി വെക്കുക. അതിന് ശേഷം ഈ ഒരു യാണിൻ്റെ അവിടേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഞാനോ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ കിട്ടും. 1 പിന്നെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനോട് ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 5 6 നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ആണോ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചാണ് ഇത്. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇതാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സ്റ്റിച്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ 6 സ്റ്റിച്ചസിനെ 2 വീതം ചെയ്തിട്ട് 12 സ്റ്റിച്ച് ആക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 2 ചെയ്ത് കൊടുക്കുക. 1 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. 2 അതുപോലെ തന്നെ തേർഡ് സ്റ്റിച്ചിൽ 1 ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 ഫോർത്ത് സ്പേസിൽ 2 സ്റ്റിച്ചസ് ചെയ്യുക. അങ്ങനെ ഇതിൽ ഈ ഒരു 6 സ്റ്റിച്ചിനെ നമ്മൾ 2 വീതം ചെയ്ത് 12 സ്റ്റിച്ചസ് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതിലും 2 സ്റ്റിച്ചസ് ചെയ്യാം. അടുത്ത ലാസ്റ്റ് ചെയിനാണ്, 6ാമത്തെ ചെയിനാണ്. അതിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഈ 12 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് നോക്കുക. 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം തേർഡ് റൗണ്ടിലേക്ക് പോവുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമുക്ക് അതിൽ സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിൽ 1 തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ റൗണ്ടിൽ നമ്മൾ ഈ ഒരു 12 സ്റ്റിച്ചിനെ 18 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ റൗണ്ടും നിങ്ങൾ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് അത്രയും സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം
അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി കേട്ടോ. ഓരോ റൗണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്യണം എത്ര സ്റ്റിച്ച് കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ തേർഡ് റൗണ്ട് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒന്ന് ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിലൊരു സ്റ്റിച്ച് ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ച് ചെയ്തു, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക. ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാം. 1 1 2 രണ്ടെണ്ണത്തിൽ 1 1 ചെയ്യുക, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും നമുക്ക് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ച് കിട്ടണം. സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കറിൽ നമ്മളൊരു സ്റ്റിച്ച് ചെയ്തു. അടുത്തത് സെക്കൻഡ് സ്റ്റിച്ചിൽ 2, അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക 3, അടുത്ത സ്റ്റിച്ചിൽ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, രണ്ടവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ അല്ല സ്ലീപ്പ് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. യാൺ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ യാൺ ഇങ്ങനെ വലിച്ച് മുകൾ ഭാഗത്തേക്ക് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിനെ ആദ്യം ഇങ്ങനെ മുകളിലേക്ക് ആക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ 2 യാൺ ഉണ്ടാവും. ഈ ഒരു യാണിനെ നമുക്ക് ഈ ഒരു യാണിനെ കൊണ്ട് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. അതിന് ശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇത് ഒരു റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. ഈ സെയിം കളറിൽ വേണമെങ്കിൽ സെയിം കളറിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ഗ്രീൻ കളർ കൊടുക്കണമെങ്കിൽ ഗ്രീൻ കളർ ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് സെയിം കളർ തന്നെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെയിം ഒന്നും കൂടി ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെയിം കളറിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസ് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത പീസും നമുക്ക് അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കെട്ട് ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇതിലും ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തതിന് ശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ആദ്യം നമ്മൾ നല്ല ഭാഗത്തേക്ക് യാണിനെ വലിച്ചു കൊടുക്കുക. അതിന് ശേഷം ബാക്ക് സൈഡിലേക്കും ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റൗണ്ട് ഷേപ്പ് അതിൻ്റെ സെൻറ്ററത്തെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിങ്ങനെ യാണ് അധികം ഉണ്ടെങ്കിൽ ഇതിന് കൂടെ ഒന്ന് കൂട്ടി കെട്ടി കൊടുത്തിട്ട് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. ഇത് വെട്ടേണ്ട ആവശ്യമില്ല, എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് ഈ വർക്ക് പോകും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ കുറേ നൂലുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഇതിൽ ഇവിടെ നല്ല ഭാഗവും ഇങ്ങനെ വെക്കുക. ഇത് ചീത്ത ഭാഗമാണ് ഉള്ളിലോട്ട് വരുന്നത്. ഇത് അതേപോലെ തന്നെ ഇത് ചീത്ത ഭാഗവും ഇത് നല്ല ഭാഗവും അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 2 ലൂപ്പ് യൂസ് ചെയ്യണേ. ഇങ്ങനെ ഒരു ലൂപ്പ് മാത്രം യൂസ് ചെയ്യരുത്, 2 ലൂപ്പ് യൂസ് ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൻ്റെ 2 ലൂപ്പ് യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിലും നമുക്ക് എവിടെ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുക കേട്ടോ. എന്നാലേ അത് കറക്റ്റ് ജോയിൻ്റായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഡെയ്സി ഫ്ലവറിന് എപ്പോഴും നമ്മൾ വൈറ്റാണ് ഫ്ലവറിന് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിയാണ് യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ബാക്കിലേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം നമുക്ക് യാണോ ചെയ്യുക, ഈ 2 പീസിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 2 ടൈംസ് യാണോവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക. അടുത്ത 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക. ലാസ്റ്റ് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമുക്ക് 2 ടൈംസ് യാണോവർ ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ക് സൈഡത്തെ പാർട്ടിൽ ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. യാണോവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഇവിടുന്ന് 1 2 3 ചെയിൻ ചെയ്യുക. ഇനി ഈ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ ചെയ്തു, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യയും ചെയ്തു. ഒരു സെയിം സ്പേസിൽ തന്നെയാണ് അത് 2 സ്റ്റിച്ചും ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത ചെയിനിലാണ് ട്രിപ്പിൾ ക്രോഷ്യയും പിന്നെ 3 ചെയിനും ചെയ്തു, സ്ലീപ്പ് സ്റ്റിച്ചും ചെയ്ത് ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. 2 ടൈംസ് യാണോവർ ചെയ്ത് നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്റ്റിച്ച് നമ്മൾ ഒന്നിലാണ് ചെയ്തത്. ഇനി വീണ്ടും 2 ടൈംസ് യാണോവർ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡും ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് ഈ സെയിം സ്പേസിൽ തന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. 1 2 3
2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പാർട്ടിലും ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. 2 3 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത ചെയിനിൽ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. രണ്ട് പാർട്ടിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. യാൺ ഓവർ ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ചെയ്യുക. 1 2 3 സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഫൈബർ ഫിൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ യാണ് കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഫൈബർ ഫിൽസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാണ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1 2 3 ചെയിൻ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. നമുക്ക് സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്ലിപ്പ് സ്റ്റിച്ച് റെഡി ആയില്ല, ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ടടുത്ത ചെയിനിലും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ത്രീ ചെയിൻ ചെയ്യുക. 1 2 3 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്പേസിൽ നമ്മൾ ലാസ്റ്റ് സ്പേസിലാണ്, ആ ലാസ്റ്റത്തെ സ്പേസിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ
നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ ആ ഒരു സ്പേസിലുണ്ടല്ലോ, ആ സ്പേസിലും നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 യാൺസ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള യാൺസും അതുപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഉള്ള യാണുമാണ്. രണ്ടും നമുക്കൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ഇതൊന്ന് ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. അധികമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാലൻസ് വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അധികമാണുള്ളത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയ്സി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കീ ചെയിനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഇതിൻ്റെ കൂടെ ഒരു ലീഫും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ലീഫും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു ലീഫ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 9 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 നമ്മളിവിടെ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. രണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. രണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ യാണോവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് DC ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത അടുത്ത സ്റ്റിച്ചിലും നമുക്കൊരു സെക്കൻഡ് ഹാഫ് DC ചെയ്ത് കൊടുക്കുക. DC തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓരോ ചെയിനിലും DC എന്നുള്ള 1 2 3 3 സ്റ്റിച്ചിലും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. 2 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. 3 അങ്ങനെ നമുക്കിവിടെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ, ഈ ടൈലൻ്റ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പിടിക്കുക. അതിന് ശേഷം ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റിച്ചിൽ ഇവിടുന്ന് നമ്മൾ വർക്ക് ടേൺ ആയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഞാൻ ഈ യാണ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും നമുക്ക് ഓരോ DC വീതം ചെയ്ത് കൊടുക്കാം. 1 അടുത്ത സ്റ്റിച്ചിലും ഒരു DC ചെയ്യുക. 2 അടുത്ത സ്റ്റിച്ചിലും ഒരു DC ചെയ്യുക. 3 അങ്ങനെ 3 DC ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു ലാസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് വരുന്ന ഈ ഒരു ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യാണ് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന യാണുണ്ടല്ലോ, ആ യാണ് നമ്മളിങ്ങനെ ഉണ്ടെങ്കിൽ ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ കീ ചെയിനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കീ ചെയിൻ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡിലേക്ക് നമുക്കിങ്ങനെ ഈ ഒരു കീ ചെയിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കീ ചെയിന് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. നമ്മളിവിടെ ഇത് ടൈറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫും കൂടി ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഫസ്റ്റ് ലൂപ്പിൽ ഈ ഒരു ഫസ്റ്റ് കണ്ണിയിൽ നമ്മൾ യാണിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കൊന്ന് ഒരു ടൈ ചെയ്ത് കൊടുക്കാം, ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലീഫും ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീഫ് അറ്റാച്ച് ചെയ്ത് നമ്മളെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡേസി ഫ്ലവറിൻ്റെ കീ ചെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.